ഇപ്പൊ ചില ആളുകളുടെ ടീഷർട്ടൊക്കെ കണ്ടു. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്ഥലത്തിന്റെ പേര് പറയല്ലേ, ഇവിടെ ചെരുമ്പൊന്നുമല്ല, കുറെ അപ്പുറത്ത് ഒരു 4-5 ചെറിയ മക്കൾ ഇങ്ങനെ ഓടുകയാണ്. കളി വേണ്ടാന്നല്ല, കളി വേണപ്പാ. എന്നാലും കാര്യത്തെക്കാളും കളിക്ക് സ്ഥാനം കൊടുക്കാൻ പാടില്ല. കളി ഇടക്കിടക്ക് ഉണ്ടാകുന്നതിന് വിരോധമൊന്നുമില്ല. ഇനിയിപ്പോ ഇതും കാണിച്ചിട്ട് നിങ്ങൾ കരുതണ്ട ഞാൻ അർജന്റീനന്റെ ആളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ റൊണാൾഡോന്റെ ആളായിരിക്കും. ഞാൻ ഒന്നിന്റെ ആളല്ല, ഞാൻ ഹനീഫ മുസ്ലിമ, ഉറച്ചൊരു മുസ്ലിമാണ്. അല്ലാഹു തആല ഞങ്ങളെ മുസ്ലിമീങ്ങളായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. പക്ഷെ ടീഷർട്ടിൽ ഇപ്പൊ കാണുന്നു ചിലരൊക്കെ ടീഷർട്ടിൽ മെസ്സി ഐ മിസ് യു, വേറെ ചില ടീഷർട്ടിലൊക്കെ കാണുന്നുണ്ട് റൊണാൾഡോ. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഉസ്താദിന് കാണിച്ചു കൊടുത്തു. ഞാൻ എന്റെ വാലിന്റെ ഒഫീഷ്യൽ പേജ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോ അതിൽ ഒരു പാവം ചങ്ങായി, അല്ലാഹു തആല അവന്റെ നല്ല ബുദ്ധി കൊടുക്കട്ടെ, അവൻ കമന്റ് ഇട്ടിരിക്കുകയാണ്, ഉസ്താദെ പിന്നെ എന്താണ് മെസ്സിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇവനക്ക് ദുആ കിട്ടിയില്ലെങ്കിലും സാരല്ല. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മനുഷ്യൻ പൊട്ടനാവുകയാണ്, മനുഷ്യൻ വിഡ്ഢിയാവുകയാണ്. ഇവൻക്ക് ദുആ ചെയ്യാൻ ഇവൻ പറയണില്ല. ഇവന്റെ തലച്ചോറ് മൊത്തം കൊണ്ടുപോയി മെസ്സിക്ക് പണയം വെച്ചിരിക്കുകയാണ്. ഏത് മെസ്സി, എന്ത് മെസ്സി? ഞാൻ പറഞ്ഞു വന്നത് കളി വേണ്ടാന്നല്ല, വേണം. പക്ഷേ ടീഷർട്ടിലും കളിക്കാരന്റെ പേര്, എല്ലായിടത്തും അതേ പേര്. ഇപ്പൊ പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വരികയാണ് ചില ചെറുപ്പക്കാർ, അർജന്റീനന്റെ ടീഷർട്ടും ധരിച്ചിട്ടാണ്. എടോ, നിന്റെ നിസ്കാര കുപ്പായം അർജന്റീനയുടെ കുപ്പായമായാൽ അതുകൊണ്ട് നിസ്കാരത്തിന് കൂലി കിട്ടുമെന്ന് ഒറ്റ കിതാബിലുമില്ല. പള്ളിക്ക് വരുമ്പോ വെളുത്ത വസ്ത്രം ധരിച്ചിട്ടല്ലേ വരേണ്ടത്, നിസ്കരിക്കുമ്പോൾ വെള്ള വസ്ത്രമല്ലേ ധരിക്കേണ്ടത്. ഉമ്മമാരെ, പഴയ കാലത്ത് നിസ്കാര കുപ്പായം ഏതായിരുന്നു? നിസ്കാര കുപ്പായം എന്റെ ഉമ്മാന്റെ നിസ്കാര കുപ്പായം ഇപ്പോഴും വെളുത്തതാണ്. എന്റെ ഭാര്യയുടെ നിസ്കാര കുപ്പായം ഇപ്പോഴും വെളുത്തതാണ്. എന്റെ കളസയിൽ എന്റെ ഉമ്മാമയുണ്ട്, ഏകദേശം 90 വയസ്സായിരിക്കും. ആ ഉമ്മാമ അല്ലാഹു തആല അവർക്ക് നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ ഉമ്മാമയുടെ നിസ്കാര കുപ്പായം വെളുത്തതാണ്. നിസ്കരിക്കുമ്പോൾ വെളുത്ത കുപ്പായമിട്ട് നിസ്കരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഉമ്മമാരോട് പ്രത്യേകം പറയട്ടെ, പുരുഷന്മാര് വെള്ളിയാഴ്ച ജുമഅക്ക് പോവാണ് അല്ലേ? ജുമഅക്ക് പോവല്ലേ? ഇപ്പൊ ജുമഅക്ക് എവിടെ നടക്കുന്നത്? ഇതിലാ ജുമഅ നടക്കല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിന്റെ പണിയെല്ലാം പൂർത്തിയായാൽ നല്ല ജുമഅ ഇവിടെ ഉഷാറായി നടത്തണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. സുബ്ഹാനല്ലാഹ്. ഇത് ഒരു നല്ല മനുഷ്യന്റെ ഖൽബിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചതാണ്. അങ്ങനെയുണ്ടല്ലോ, കയ്യിലുള്ള ആളുകളൊക്കെ ദീനിനെ സഹായിക്കുവോ? ഇല്ല. അതേ സമയത്ത് മനസ്സും കൂടി ഉണ്ടാകണം. ഒരു നല്ല മനുഷ്യൻ നമ്മുടെ ഇബ്രാഹിം ഹാജി, അദ്ദേഹത്തിന്റെ ഖൽബിൽ അല്ലാഹു തആല സഹായിക്കണമെന്ന് തോന്നിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടെ ഈ പള്ളി ഇപ്പോ ഈ നിലക്കെത്തി. അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടെ അൽഹംദുലില്ലാ ഇവിടെ നമ്മുടെ മദ്രസയുടെ ബിൽഡിങ്ങിന്റെ പണിയും നടക്കുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, പള്ളിന്റേത് മാത്രമാണോ? അല്ല, മദ്രസയുണ്ട്, തൊട്ടപ്പുറത്ത് ഉസ്താദുമാർക്കുള്ള റൂം, അതും അദ്ദേഹത്തിന്റെ ചെലവിൽ നടക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് വളരെ താഴ്ന്ന സ്ഥലമായിരുന്നു, ഇതിൽ ഇവിടെ കൊണ്ടുവന്ന് മണ്ണിട്ടതാണ്, അതിന് തന്നെ ലക്ഷങ്ങളോളം വേണ്ടി വന്നു, അതിനടക്കം സഹായിച്ചു എന്ന് പറഞ്ഞു. നല്ല മനുഷ്യനാണ്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവിന് വേണ്ടി ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്താൽ അയാൾക്ക് അതുപോലെയുള്ള ഒരു വീട് സ്വർഗ്ഗത്തിൽ അല്ലാഹു പണിയും എന്ന് പഠിപ്പിച്ചില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. കൂട്ടത്തിലുള്ള ഒരു വ്യാഖ്യാനം എന്താണ്? അയാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് അല്ലാഹു പണിയണമെങ്കിൽ അയാൾ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണ്ടേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹ് കരുതിയിട്ട് ഒരാൾ ഒരു നാട്ടിലൊരു പള്ളി നിർമ്മിച്ചു കൊടുത്താൽ അയാള് ഈമാന് കിട്ടാതെ മരിക്കൂല. ഈമാൻ കിട്ടിയിട്ട് മരിക്കുമെന്ന് ഉറപ്പാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ,
ഇതിനെല്ലാം സൗകര്യം ചെയ്തു കൊടുത്ത പ്രിയങ്കരായ ഇബ്രാഹിം ഹാജിക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മുഴുവനും ഇതിന്റെ പ്രതിഫലം അവരുടെ ഖബറുകളിലേക്ക് ഒരു പ്രകാശമായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ആ അദ്ദേഹത്തിലോ കുടുംബത്തിലോ രോഗികളുണ്ടോ നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. അവരുടെ കച്ചവടങ്ങളിലെല്ലാം ഇനിയും ധാരാളം ബറക്കത്ത് നൽകണേ അല്ലാ. അതുപോലെ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഉമ്മമാരോട് ഞാൻ പറയുന്നു, പുരുഷന്മാര് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ജുമഅക്ക് നിസ്കാരത്തിന് വരുമ്പോ ഉമ്മമാരല്ലേ വസ്ത്രം അലക്കി കൊടുക്കുന്നത്, ഉമ്മമാരല്ലേ കുപ്പായം തേച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വെള്ളിയാഴ്ച നിങ്ങളെ ഭർത്താവിന് ധരിക്കാൻ വെളുത്ത വസ്ത്രം സെലക്ട് ചെയ്യണം, വൈറ്റ് ഡ്രസ് സെലക്ട് ചെയ്യണം. അസ്സൗബുൽ അബിയദു, വെള്ള കുപ്പായം. അതേ ചുവപ്പല്ല, പച്ചയല്ല, കളർ വാട്ട് കളർ എന്ന പേരിലുള്ള ഇങ്ങനെ ചെക്സ് കളറുള്ള കുപ്പായമല്ല, മറിച്ച് വെളുത്ത കുപ്പായം. ചില ആളുകൾ കരുതിയത് വെളുത്ത കുപ്പായം എന്ന് പറഞ്ഞ പ്രായമുള്ളവർക്ക് മാത്രമേ ധരിക്കാനുള്ളൂ എന്നാണ്. വയസ്സായാൽ അങ്ങനൊന്നില്ലേ ചെറുപ്പക്കാരെ, നിങ്ങൾക്കും ധരിക്കാം വെളുത്ത കുപ്പായം. അതുകൊണ്ട് ഇനി ടെക്സ്റ്റൈൽസിൽ പോയി കുപ്പായം വാങ്ങുമ്പോ വെള്ള കുപ്പായം വാങ്ങിക്കോ. വെളുത്ത കുപ്പായം ഏറ്റവും നല്ല കുപ്പായമാണ്. വെള്ളിയാഴ്ച ജുമഅക്ക് വരുമ്പോൾ നിങ്ങൾ അത് ധരിക്കണം. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. സുജൂദിൽ ഒരു തസ്ബീഹ് ഉണ്ട്, റുകൂഇൽ ഒരു തസ്ബീഹ് ഉണ്ട്. റുകൂഇലുള്ള തസ്ബീഹ് ഏതാണ്? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. സുജൂദിലുള്ള തസ്ബീഹ് ഏതാണ്? സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി. ആ തസ്ബീഹിന്റെ ദിക്റോ. ചില മനുഷ്യന്മാരെ നിസ്കാരം എന്ന് കണ്ടാലോ, എന്റെ ഭാഷയിൽ പറയും സ്വിച്ചിട്ട നിസ്കാരം. സ്വിച്ചിട്ട നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരമുണ്ട്. ചെറുപ്പക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. സ്വിച്ചിട്ട നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്വിച്ചിട്ട നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ വീട്ടിൽ ഇപ്പൊ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തൂലേ? കത്തും. സ്വിച്ച് ഓഫ് ചെയ്താലോ കത്തിയ ലൈറ്റ് അങ്ങ് കെടും. ഇതുപോലെ ഉണ്ട് ചില മനുഷ്യന്മാരെ നിസ്കാരം. സ്വിച്ച് ഇടും പോലെയാണ്. ഇങ്ങനെ ഒന്നിങ്ങനെ കൊത്തിയിട്ട് എണിക്കുകയാണ്. പറ്റൂല. ആ സുജൂദിൽ 3 തവണയെങ്കിലും ചൊല്ലണം സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദി. എന്താണത്? അത് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ്. കാരണം അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? സുബ്ഹാനല്ലാഹ്. ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീ ഖലഖ ഫസവ്വാ. അല്ലാഹു തആല പടച്ചു, ഓരോന്നിനെ അതിൻ്റെതായ രൂപത്തിൽ പടച്ചതാണ്. വല്ലദീ ഖദ്ദറ ഫഹദാ. അല്ലാഹു തആല ഇവിടെ ഓരോന്നും കണക്കാക്കിയിട്ടുണ്ട്. ആ കണക്കാക്കിയതനുസരിച്ചേ ഇവിടെ ലോകത്ത് നടക്കുകയുള്ളൂ. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുകയാണ്, ഓ അല്ലദീ വല്ലദീ ഖദ്ദറ ഫഹദാ. മനുഷ്യന് അല്ലാഹു തആല കണക്കാക്കിയതുണ്ട്, ജീവികൾക്ക് അല്ലാഹു തആല കണക്കാക്കിയതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതെങ്കിലും ഒരു ജീവി ഇന്നേ വരെ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇല്ല, പട്ടിണി കിടന്നിട്ടില്ല. മനുഷ്യൻ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ജീവി പട്ടിണി കിടന്നിട്ടുണ്ടോ? ഈ ആയത്ത് വിശദീകരിച്ചപ്പോ തഫ്സീർ റൂഹിൽ ബയാനിൽ കാണാം, ഒരു പാമ്പിന്റെ കഥ, ഒരു പാമ്പിന്റെ കാര്യം പറയുകയാണ്. ആ പാമ്പോ 1000 വർഷം ജീവിക്കുന്ന പാമ്പാണ്. 1000 വർഷമായാൽ ആ പാമ്പിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. അങ്ങനെയാണ് അല്ലാഹുവിന്റെ കണക്ക്. പക്ഷേ
ആ പാമ്പിന് പാമ്പിൻ്റെതായ വിവരമുണ്ട്. പാമ്പിന് പാമ്പിൻ്റെതായ വിവരമുണ്ട്. അതിനാരാണ് വിവരം കൊടുത്തവൻ? അല്ലാഹുവാണ്. അതുകൊണ്ട് ഈ പാമ്പിന് 1000 വർഷം ആകുമ്പോ ഒരു ചെടിയുണ്ട്. ആ ചെടിയിലുള്ള ഇലയുണ്ടല്ലോ, ആ ഇല പാമ്പിന്റെ കണ്ണിന്റെ കാഴ്ച കൂട്ടാനുള്ള മരുന്നാണ്. 1000 വർഷം ഈ പാമ്പിനെത്തിയാൽ ഈ പാമ്പ് ആ ചെടിയെ തേടിയിട്ട് പോകും. ആ ചെടി എവിടെയാണുള്ളത്? ആ ചെടിയുടെ ഇലയിൽ ഈ പാമ്പങ്ങ് തന്റെ കണ്ണുകൊണ്ടങ്ങ് ഒന്നിങ്ങനെ തേക്കുകയാണ്. അപ്പൊ ഈ പാമ്പിന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. വല്ലദീ ഖദ്ദറ ഫഹദാ, അല്ലാഹു തആല കണക്കാക്കിയത് ഇവിടെ നടക്കും. ഓരോന്നിന്റെ വഴി അല്ലാഹു തആല തെളിയിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ഒരു ജീവി, ആ ജീവിയുടെ പേരെന്താണ്? അതിന് ഇംഗ്ലീഷിൽ ക്രൊക്കഡൈൽ എന്ന് പറയും, മൊസള എന്ന് പറയും എന്റെ കന്നഡയിൽ. നിങ്ങളെ മലയാളത്തിൽ എന്താ പറയും? മൊസല. മസാല അല്ല, അത് ഉമ്മമാർക്ക് അറിയൂ നന്നായിട്ട്. ഇത് മൊസല. അതിനെന്താ പറയാ? മുതല. നല്ല മുതലന്നെ. ഈ മുതല എന്ന ജീവിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കറിയോ? മുതലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? വെള്ളത്തിലുണ്ടാവും അല്ലെ? ശരി. അത് മാത്രല്ല, മുതലക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് മുതലയുടെ പ്രത്യേകത? അതിന് പിന്ദ്വാരമില്ല. മുതലക്ക് തൊള്ളയുണ്ട്. അതേ സമയത്ത് കഴിച്ചതോ അത് ശരീരത്തിന്റെ പുറത്തേക്ക് തള്ളാനുള്ള ദ്വാരം അഥവാ പിന്ദ്വാരം മുതലക്കില്ല. അതേസമയം ഈ മുതല ആഹാരം കഴിച്ചാൽ ആ കഴിച്ചത് പുറത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? അല്ലാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്, അല്ലാഹുവിനൊരു കണക്കുണ്ട്. ഈ മുതല അത് കരയിലോട്ട് വരും. എന്നിട്ട് വായ അങ്ങ് തുറക്കൂ. കഴിച്ചത് വായയിലൂടെ തന്നെ പുറത്തേക്ക് വരികയാണ്. പിന്ദ്വാരമില്ലാത്ത മുതല അത് കഴിച്ചത് വായയിലൂടെ പുറത്തേക്ക് വരികയാണ്. ആ വായയിലൂടെ പുറത്തേക്ക് വരുന്നതോ അത് ചില പ്രത്യേകമായ പക്ഷികൾക്കുള്ള ആഹാരമാണ്. ആ പക്ഷി അവിടെ വന്നിരിക്കും. മുതല വായ ഇങ്ങനെ തുറന്നു വെക്കും. ഈ പക്ഷി മുതലയുടെ വായയുടെ ഉള്ളിൽ ഇരിക്കും. എന്നിട്ട് പക്ഷിയോ മുതലയുടെ തൊള്ളയിലൂടെ പുറത്തു വരുന്ന ആ അവശിഷ്ടങ്ങൾ പക്ഷി കഴിക്കും. അത് പക്ഷിക്കുള്ള ആഹാരമാണ്. അതാരാണ് കണക്കാക്കിയത്? വല്ലദീ ഖദ്ദറ ഫഹദാ, സൃഷ്ടാവായ അല്ലാഹു തആല കണക്കാക്കിയതാണത്. അപ്പൊ ഒരു ചോദ്യം, അല്ല മുസ്ലിയാരെ, ഈ മുതല അങ്ങ് തൊള്ള പൂട്ടിക്കഴിഞ്ഞാലോ സുബ്ഹാനല്ലാഹ് അപകടമല്ലേ? ഇല്ല, മുതലക്ക് തൊള്ള പൂട്ടാൻ കഴിയില്ല. ഈ പക്ഷിയുടെ കൊക്ക് അതിന്റെ താഴ്ഭാഗത്തും മുകളിലും അല്ലാഹു തആല രണ്ട് മുള്ളുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ മുള്ള് താഴോട്ടും മുകളിലോട്ടും ഫിറ്റ് ചെയ്തിട്ടാണ് പക്ഷി ആഹാരം കഴിക്കുക. അതുകൊണ്ട് തന്നെ മുതലക്ക് വായ പൂട്ടാൻ കഴിയില്ല. ഈ പക്ഷി ഭക്ഷണം കഴിച്ചിട്ട് മുതലയുടെ വായയിൽ നിന്ന് പുറത്തേക്ക് പോയതിന് ശേഷമാണ് ആ മുതല തൊള്ള പൂട്ടുക. ഇതാരാണ് മുതലക്ക് പഠിപ്പിച്ചത്? മുതല ഏതെങ്കിലും ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയിട്ടുണ്ടോ? മുതല ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് പോയിട്ടുണ്ടോ? മുതല ഏതെങ്കിലും ഒരു ട്യൂഷന് പോയിട്ടുണ്ടോ? ഇല്ല. ഇത് പഠിപ്പിച്ചവൻ സൃഷ്ടാവായ അല്ലാഹുവാണ്. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വല്ലദീ ഖദ്ദറ ഫഹദാ. അല്ലാഹുവാണ് ഇതെല്ലാം കണക്കാക്കിയിട്ടുള്ളത്.
അതുകൊണ്ടല്ലേ ചില ജീവികൾ മനുഷ്യനെ വല്ലാതെ സ്നേഹിക്കുന്നു. ചെറിയ സ്നേഹമൊന്നുമല്ല. ഒരാൾ മരിച്ചാൽ, വീട്ടുകാരൻ മരിച്ചാല് വീട്ടുകാർക്കൊക്കെ സങ്കടം ഉണ്ടാവും. എന്നാ ആ വീട്ടിലൊരു പൂച്ചയുണ്ട്. ഞാനിപ്പോ ഈ അടുത്ത് ഒരു വീട്ടിൽ പോയിരുന്നു. വാല് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കർണാടകയുടെ അതിർത്തി സ്ഥലമുണ്ട്, KC റോഡ്, തലപ്പാടിക്കടുത്ത്. ഞാൻ ഈ കഴിഞ്ഞ 12-ാം തീയതി ഞാൻ അവിടെ വാലിന് പോയപ്പോ വാല് കഴിഞ്ഞ ശേഷം അവിടെ ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്. ഞാൻ അവരെ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ പോയി നോക്കുമ്പോണ്ട് അവിടെ 10-12 പൂച്ച ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ സൂവാ? 12 പൂച്ച. നോക്കുമ്പോ ആര് കൊടുത്താലും ഇവർ പൂച്ച അങ്ങ് സ്വീകരിക്കും. എന്നിട്ട് വീട്ടിൽ പൂച്ചയെ വളർത്തുക, പൂച്ചക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ. നല്ലതാണ്. പൂച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, തവ്വാഫൂന ബിൽ ബൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂച്ചയെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞത്. അത് വീട്ടിൽ ഇങ്ങനെ ചുറ്റിക്കളിക്കും ഇല്ലേ. ചിലപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോ പൂച്ചനെ ചിലപ്പോ കാല് കൊണ്ട് ചവിട്ടും. പാടില്ല, പൂച്ചയെ കാല് കൊണ്ട് ചവിട്ടാൻ പാടില്ല. പൂച്ചയെ സംരക്ഷിക്കണം, പൂച്ചക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. പക്ഷേ ഒന്നും കൂടി പറയട്ടെ, പൂച്ചയുടെ നജസാണ്, പൂച്ചയുടെ കാഷ്ടം നജസാണ്, പൂച്ചയുടെ മൂത്രം നജസാണ്. അത് നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് വേണം. അല്ലെങ്കിൽ നജസിന്റെ അംശങ്ങളുള്ള വീടാണോ ആ വീട്ടിൽ ഒരിക്കലും റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഞാൻ എല്ലാവരോടും പറയാണ്, ചില ടോയ്ലറ്റിൽ പോയി നോക്കിയാലും, ചില വീട്ടിൽ പോയാൽ, വാതിന് പോയാൽ ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ പലയിടത്തും പോകും. ഇന്ന് പോയ വീടൊന്നും അല്ല കേട്ടോ, അവിടെയൊക്കെ നല്ല മട്ടം പോലെ ഉണ്ടായിരുന്നു. അതേസമയത്ത് ചില വീട്ടിൽ പോയാൽ ടോയ്ലറ്റിൽ പോയാൽ ചെരുപ്പുണ്ടാവില്ല. ടോയ്ലറ്റിൽ ചെരുപ്പ് വേണ്ടേ? വേണം. വലിയവർക്കും വേണം, ചെറിയ ചെരുപ്പ് വേണം. 2 തരത്തിലുള്ള ചെരുപ്പ് ടോയ്ലറ്റിൽ വേണം. ഒന്ന് വലിയവർക്ക് ധരിക്കാനുള്ള ചെരുപ്പ് വേണം, 2 ചെറിയവർക്ക് ധരിക്കാനുള്ള ചെരുപ്പ് വേണം. ചെറിയ കുട്ടികള് വലിയ ചെരുപ്പ് മാത്രമാണ് ടോയ്ലറ്റിലുള്ളതെങ്കിൽ ഈ ചെറിയ കുട്ടികൾ വലിയ ചെരുപ്പ് ഇട്ടിട്ട് പോവില്ല. പിന്നെ അവരെങ്ങനെയാ പോവാ? അവരങ്ങനെ പോവും, കാലിൽ പോവും. എന്നിട്ട് അവിടെ മൂത്രിച്ച് ഒക്കെ അവർ പുറത്തു വരും. ചിലപ്പോൾ നജസിന്റെ അവശിഷ്ടങ്ങള് കാലിലൂടെ വീട്ടിലേക്ക് വരും. ചിലപ്പോ അവിടെ ഉമ്മ ഇങ്ങനെ ചവിട്ടും. വീട്ടിന്റെ ഉള്ളിൽ പലയിടത്തും ആ നജസ് എത്തും. പാടില്ല. നജസിന്റെ അംശങ്ങളുള്ള വീടാണോ ആ വീട്ടിൽ റഹ്മത്തുണ്ടാവൂല. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അപ്പൊ എന്ത് വേണം? വലിയ ചെരുപ്പുള്ളതോടുകൂടെ ചെറിയ കുട്ടികൾക്കുള്ള ചെരുപ്പും വീട്ടിന്റെ ആ ടോയ്ലറ്റിൽ വേണം എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുക. ഞാൻ പറഞ്ഞു വന്നത്, അവൻ ഈ പൂച്ചയുടെ നജസ് അത് നല്ലവണ്ണം വൃത്തിയാക്കണം, അല്ലാതെ പൂച്ചയെ വളർത്താൻ പാടില്ല. ഇരിക്കട്ടെ, ആ പൂച്ച നമ്മെ എത്ര കണ്ട് സ്നേഹിക്കും. ചിലപ്പോ മനുഷ്യൻ നമ്മെ അത്ര സ്നേഹിച്ചു കൊള്ളണമെന്നില്ല. ഈ കാലമെന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാലം വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. വൽ അമാനതു മഗ്നമാ, വിശ്വാസം വഞ്ചിക്കപ്പെടുന്ന കാലമാണ്. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമെന്നല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസം തീരെ ഇല്ലാത്ത കാലമാണ്. അവസാന കാലം വന്നാൽ ഒരു കാര്യം വല്ലാതെ കുറഞ്ഞു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? ഏതാണ് ആ കാര്യം? വഅഖു യൂസഖു ബിഹി, വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്നേഹിതനെ കിട്ടൂല, വളരെ കുറവാണ്. ചിലപ്പോൾ അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും ഫൈനൽ വേൾഡ് കപ്പ് ഫുട്ബോൾ കളി കാണാൻ ഇവൻ കൂടെയുണ്ടാവും. ചിലപ്പോൾ ചെറുപ്പക്കാരെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവൻ കൂടെയുണ്ടാവും. പക്ഷേ ചിലപ്പോൾ അവനെ വിശ്വസിക്കാൻ പറ്റൂല. ചിലപ്പോൾ നിന്നെ അവൻ വഞ്ചിച്ചു കളയും, നിന്നെ അവന് ചതിച്ചു കളയും. അതുകൊണ്ട് എത്ര വലിയ കൂട്ടുകാരനായാലും അമിതമായി വിശ്വസിച്ചുകൂടെ ചെറുപ്പക്കാരെ? ഈ പറഞ്ഞതിന്റെ അർത്ഥം
നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധത്തെ തകർക്കുകയല്ല, ഓരോന്നിനും പരിധി വേണം. പരിധി വിട്ട് കടക്കാൻ ഒരിക്കലും പാടില്ല. ലിമിറ്റ് എന്നത് വളരെ ആവശ്യമാണ്. എല്ലാത്തിനും ലിമിറ്റ് വേണം. അമിതമായ പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല, അമിതമായ എരു ഉപയോഗിക്കാൻ പാടില്ല, അമിതമായ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല. എല്ലാറ്റിനും ഒരു ലിമിറ്റ് വേണം. രണ്ട് കാര്യം: ഒന്ന്, അമിതമായ പഞ്ചസാര ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഷുഗർ ഉണ്ടാവും. അമിതമായി ഉപ്പ് കഴിച്ചാലോ പ്രഷർ ഉണ്ടാവും. മറ്റൊന്ന്, ഭർത്താവിന്റെ ചെലവ് കുറഞ്ഞു കിട്ടും. നല്ല ലിമിറ്റിൽ ഇങ്ങനെ ചെലവഴിച്ചാൽ കുറെ കാലം ചെലവഴിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഉമ്മമാരോട് പറയാണ്, പുരുഷന്മാർ നിങ്ങളെ ഭർത്താവിന്റെ കയ്യിലുള്ളതനുസരിച്ച് മാത്രമേ നിങ്ങൾ ചെലവഴിക്കാവൂ. എന്നാലേ നിങ്ങളെ ഭർത്താക്കന്മാരോട് നിയമത്ത് ഇങ്ങനെ നിലനിൽക്കാൻ കഴിയാ. ഞാൻ പറഞ്ഞു വന്നത്, ലിമിറ്റ് എന്നത് വളരെ ആവശ്യമാണ്. ആ പരിധി ഒരിക്കലും വിട്ടുകടക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ്. ചിലപ്പോ അതാ ജീവികൾ നമ്മെ വല്ലാതെ സ്നേഹിക്കും. നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം കഴിഞ്ഞിരുന്ന പൂച്ചക്ക് നമ്മോട് വലിയ സ്നേഹമാണ്. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നാലോ അന്ന് പൂച്ചയും ചിലപ്പോ ഭക്ഷണം കഴിക്കില്ല. ചിലപ്പോ ഞാൻ വലിയ ബേജാറിൽ ഇരുന്നാൽ പൂച്ചക്കത് മനസ്സിലാകും ഞാൻ ബേജാറിൽ ഇരിക്കുന്നത്. പൂച്ച എന്നെക്കാളും വലിയ ബേജാറിൽ വന്നിട്ട് എന്റെ അടുത്തിരിക്കുകയാണ്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഇതിനെല്ലാം അറിവുകൾ പകർന്നു കൊടുത്തവനാരാണ്? ഖുർആൻ പറഞ്ഞില്ലേ, വല്ലദീ ഖദ്ദറ ഫഹദാ. ഓരോ ജീവികൾക്ക് അല്ലാഹു കണക്കാക്കിയതനുസരിച്ച് ആ ജീവികൾക്ക് അല്ലാഹു തആല വഴി തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ വേറെ ഒരു മനുഷ്യനെ കൊന്നു. ഒരു മനുഷ്യൻ വേറെ ഒരു മനുഷ്യനെ കൊന്നു. കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ്, അപകടമാണ്. സുബ്ഹാനല്ലാഹ്. ചില ഉമ്മമാർക്കൊരു സൂക്കടുണ്ട്, കൊല്ലുന്ന സൂക്കട് ചില ഉമ്മമാർക്കുണ്ട്. ചെറുമ്പയിലെ ഉമ്മമാർക്ക് ആ സൂക്കടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. എന്തിനാണ് കൊല്ലുക? ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ കൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാ മാസത്തിന്റെ കുളി അത് കാണുന്നില്ല. കാണാതെയായപ്പോൾ ഇവൾ പോയി ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഭർത്താവ് കൂടെ പോയി. അപ്പോഴതാ മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവൾ ഗർഭിണിയാണ്. ഭർത്താവ് പറഞ്ഞു, ഇപ്പെന്തിനാ കുട്ടികള്? നമുക്ക് ഗർഭം മലസ്തിനാണ് ആ കുട്ടിയെ കൊന്നു കളയുന്നത്. ആ കുട്ടിക്ക് അല്ലാഹു തആല പരലോകത്ത് ജീവൻ നൽകൂ. എന്നിട്ട് അല്ലാഹു തആല ഉമ്മാന്റെ മുന്നിൽ വരുത്തു, ബാപ്പാന്റെ മുന്നിൽ വരുത്തു. എന്നിട്ട് ഉമ്മാനോടും ബാപ്പാനോടും ഈ കുട്ടി ചോദിക്കും, അല്ല ബാപ്പ, അല്ല ഉമ്മ, നിങ്ങൾ എന്തിനാണ് എന്നെ കൊന്നുകളഞ്ഞത്? ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നെ നിങ്ങൾ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞില്ലേ? വഇദൽ മൗഊദതു സുഇലതി ബിഅയ്യി ദംബിൻ ഖുതില. കുട്ടിയുണ്ട്. ആ കുട്ടി ഉള്ളതോടുകൂടെ എനിക്ക് ഈ കുട്ടിയെ നോക്കാൻ കഴിയില്ല. ആരാണ് കുട്ടിയെ നോക്കുന്നത്? നിങ്ങളാണോ? അല്ല, നിങ്ങളല്ല നോക്കുന്നത്. നിങ്ങളുടെ മക്കളെയും എന്റെ മക്കളെയും നിയന്ത്രിക്കുന്നത് സൃഷ്ടാവായ അല്ലാഹയല്ലേ? ആ റബ്ബല്ലേ നിയന്ത്രിക്കുന്നത്. ഞാൻ എന്റെ മക്കളെ നിയന്ത്രിച്ചത് കൊണ്ട് മാത്രം എന്റെ മക്കള് നന്നാകുമോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിയന്ത്രിച്ച് ശ്രദ്ധിച്ചത് വളർത്തിയത് കൊണ്ട് മാത്രം നിങ്ങളുടെ മക്കള് നല്ല സ്ഥാനത്തേക്ക് വരുമോ? ഇല്ല, വരൂല. പിന്നെയോ എന്റെ മക്കളും നിങ്ങളെ മക്കളും വലിയ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ അല്ലാഹു തആല അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. പുരുഷന്മാരോട് പറയട്ടെ, വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും, ചിലപ്പോ യാത്ര പോകുമ്പോ ഭാര്യനോട് പറയാണ്, ബായിൽ സമായിട്ടുക. എന്റെ നക്കിണിക്കിൽ അങ്ങനെ പറയാം. ഭാര്യനോട് പറയാണ്, ബായിൽ സമായിട്ടുക, സിൽക്കിട്ടുക, ലോക്കിട്ടുക, നാ ബർമ്മ 2-4 കലിയോ, നാ ബന്ന പിന്നെ തുറന്നേമയ്യേ.
എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാര്യനോട് എല്ലാം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം പറഞ്ഞിട്ടോ അയാൾ പോവാ. ആയോ ആയോ ആ മതിയോ? പറ്റൂല. ഭാര്യനോട് മാത്രം ലോക്കിടാൻ പറഞ്ഞാ പോരാ, ഭാര്യനോട് മാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മാത്രം പോരാ, അള്ളാനോട് പറയണം. അതുകൊണ്ട് ഭർത്താവ് വീട്ടിൽ നിന്ന് ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും അവരെ വീട്ടിലാക്കിയിട്ട് ഭർത്താവ് യാത്ര പോകുമ്പോ അവിടുന്ന് ഭാര്യനോടും മക്കളോടും പറയണം, അസ്തൗദിഉകുമുല്ലാഹ്. ഒരു ചെറിയ ദിക്റല്ലേ അത്. ഉമ്മമാരെ, ചിലപ്പോൾ നിങ്ങളെ ഭർത്താക്കന്മാർ മറന്നാലും ഭാര്യമാരാകുന്ന നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ഈ ദിക്ർ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അസ്തൗദിഉകുമുല്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അതാ, ഞാൻ നിങ്ങളെ അല്ലാഹുവിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ പിന്നെ എന്റെ ഭാര്യയെ കുറിച്ച് പേടിക്കേണ്ടതില്ല, എന്റെ മക്കളെ കുറിച്ച് പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോകണം, അസ്തൗദിഉകുമുല്ലാഹ്. കുട്ടി റോഡ് മുറിച്ച് കടക്കുമ്പോ അതാ വണ്ടി അങ്ങിടിച്ചു, ആ കുട്ടി അപകടത്തിൽ പെട്ടുപോയി. ഏത് സമയത്താണ് അപകടം നമ്മെ തേടി വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മമാരോട് പറയട്ടെ, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ ഉമ്മ അടുക്കളയിൽ നിൽക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഉമ്മ പിന്നെ എവിടെ വേണം? കുട്ടിയെ വീട്ടിൽ നിന്ന് അതാ പുറത്താക്കുന്നത് വരെ ഈ ഉമ്മ അവിടെ വരണം. എന്നിട്ട് ഉമ്മ ഒരു കാര്യം ചെയ്യണം. കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോ, കുട്ടി മദ്രസയിലേക്ക് പോകുമ്പോ ചോദിക്കട്ടെ, എന്റെ ഈ ചെറുമ്പയിലെ സദസ്സിലിരുന്നു വഅള് കേൾക്കുന്ന ഉമ്മമാരോട് ചോദിക്കട്ടെ, വഅള് കേൾക്കുന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, സ്കൂളിൽ പോയ നിങ്ങളുടെ മക്കൾ, മദ്രസയിൽ പോയ നിങ്ങളുടെ മക്കൾ ഒരു വണ്ടിയും ഇടിച്ച് അപകടത്തിൽപ്പെട്ട് മരിക്കാതെ, ഒരാളും തട്ടിക്കൊണ്ടുപോകാതെ, ഒരുത്തന്റെയും ചതിയിൽ പെട്ടുപോകാതെ, ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്നു, ഡിസംബർ മാസവും ഇനി വരാൻ പോകുന്ന ജനുവരിയും ഒരു പ്രത്യേക മാസമാണ്. എന്തിന്റെ മാസം? സ്കൂളിന്റെ ടൂർ നടക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പിക്നിക്കിന് പോകുന്ന മാസമാണ്. ഞാൻ പറയട്ടെ, ഉത്തരവാദിത്വമില്ലാത്ത, ആത്മീയമായ നിയന്ത്രണമില്ലാത്ത ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെയും പിക്നിക്കിനോ ടൂറിനോ നമ്മുടെ മക്കളെ പറഞ്ഞേക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്കറിയോ, ഈ അടുത്ത് ഞാൻ പത്രത്തിൽ വായിച്ചു, ലജ്ജിച്ചുപോയി. ഉമ്മമാരെ, ഇന്ന് മനുഷ്യൻ മനുഷ്യനായിട്ടുള്ള കാലമല്ല, ഇന്ന് മനുഷ്യൻ മൃഗത്തെക്കാൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നാൽ പിന്നീട് എന്തെങ്കിലും ഒരു അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മക്കൾ പെട്ടുപോയാലോ പിന്നെ തലയിടിച്ചിട്ട് കാര്യമുണ്ടോ? കൈവിരൽ കടിച്ചിട്ട് കാര്യമുണ്ടോ? പത്രത്തിൽ ഞാൻ വായിച്ചതാണ് ആ വാർത്ത. ഞാൻ വായിച്ചപ്പോഴേക്ക് സങ്കടം തോന്നിപ്പോയി. പിക്നിക്കിന് പോയതാണ്. സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് രാത്രി സമയത്ത് അവളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ ലഹരി വസ്തു അങ്ങ് കൊടുത്തു. ആ ലഹരി വസ്തു അങ്ങ് ഉപയോഗിച്ചപ്പോ അവളങ്ങ് മയങ്ങിപ്പോയി. ആ പാവപ്പെട്ട വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ അധ്യാപകൻ തന്നെ ബലാത്സംഗം ചെയ്തു പോയി. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. സ്കൂൾ അധ്യാപകൻ ബലാത്സംഗം ചെയ്തു പോയി. അതുകൊണ്ട് ഒരൊറ്റ സ്കൂൾ ടൂറിലേക്കോ ഒരു പിക്നിക്കിലേക്കോ നമ്മുടെ മക്കളെ പറഞ്ഞേക്കരുത് കേട്ടോ. ഇതുപോലെ സ്കൂൾ ഡേ പ്രോഗ്രാം നടക്കുമ്പോ, കോളേജ് ഡേ പ്രോഗ്രാം നടക്കുമ്പോ ഒരിക്കലും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാതെ വിധത്തിൽ അവരെ മാത്രം ആ സ്കൂൾ ഡേ പ്രോഗ്രാമിലേക്കോ കോളേജ് ഡേ പ്രോഗ്രാമിലേക്കോ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളാകരുത് കേട്ടോ. ഇത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
പിന്നെ ഉമ്മ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ കുട്ടി സ്കൂളിലും മദ്രസയിലും പോകുമ്പോ ഉമ്മ എൻട്രൻസ് ഹാളിൽ വരണം. എന്നിട്ട് വീട്ടിന്റെ വാതിലിൽ നിന്ന് പുറത്തേക്ക് മോളെ പറഞ്ഞേക്കുമ്പോ ഒരു 3 സൂറത്ത് ഓതിയിട്ട് ഈ മക്കളെ മന്ത്രിക്കണം. എന്നാ പിന്നെ നിങ്ങൾക്ക് ധൈര്യത്തിലിരിക്കാം. ഏതാണ് ആ 3 സൂറത്ത്? ഇനിയിപ്പോ ആ സൂറത്തൊന്നും നിങ്ങൾ കാണാതെ പഠിക്കാനൊന്നും പോകണ്ട. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒരു പണി തന്നു നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്കൊക്കെ അറിയുന്ന സൂറത്ത് തന്നെയാണ്. 3 സൂറത്ത് ഏതാണ്? 1 ഖുൽ ഹുവല്ലാഹു അഹദ്, 2 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ആ 3 സൂറത്ത് ഓതിയിട്ട് ഈ കുട്ടിയെ മന്ത്രിക്കണം. എന്നിട്ട് മോനോട് പറയണം, മോനെ പോയി വാന്ന് പറയണം. എന്താ കാരണം? ഈ 3 മന്ത്രത്തെക്കാളും ഖൈറായ മന്ത്രം വേറെ ഇല്ല എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടി പിന്നെ പോയി വരുന്നത് വരെ പേടിക്കണ്ട. ഈ കാര്യം ചെയ്യാൻ ഒരു ഉമ്മയും മറന്നു പോകരുത്. ഉമ്മ തന്നെ ചെയ്യണമെന്നില്ല. ചിലപ്പോ ഉമ്മ നല്ല തിരക്കിലാവും. ബാപ്പക്കെന്തേ ചെയ്തുകൂടെ? ബാപ്പക്കും ചെയ്യാം. ബാപ്പ അതാ കുട്ടിയെ മന്ത്രിച്ച് പറഞ്ഞേക്കണോ? ആ കുട്ടി തിരിച്ച് സന്തോഷത്തോടെ തിരിച്ചെത്തൂ. ഈ കാര്യം നല്ല ബോധം വേണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞ ചരിത്രം ഉസ്ഫഹാൻ എന്ന നാട്ടില് അവിടെ ഒരു വ്യക്തി വേറെയൊരു വ്യക്തിയെ കൊന്നു. എന്നിട്ടോ ആ കൊല്ലപ്പെട്ട ശരീരം കൊണ്ടുപോയി ഒരു കിണറ്റിലങ്ങ് വലിച്ചെറിഞ്ഞു. എന്നാ നിങ്ങൾക്കറിയോ, ഈ കൊല്ലപ്പെട്ട മനുഷ്യന് ഒരു നായയുണ്ടായിരുന്നു. ആ നായ എന്ത് ചെയ്തു എന്നറിയോ? ഈ കൊലയാളി ഈ മനുഷ്യനെ കൊല്ലുന്നത് നായ ഇങ്ങനെ കാണുകയാണ്. ഈ നായ എല്ലാ ദിവസവും ഈ കിണറ്റിന്റെ അരികിലേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് അവിടുന്ന് മണ്ണിങ്ങനെ എടുക്കാൻ നോക്കുകയാണ്. അത് മാത്രമല്ല, ഈ ആളെ കൊന്ന കൊലയാളിയില്ലേ, ആ കൊലയാളിയെ ഈ നായ കണ്ടാൽ നായ ഒച്ച വെക്കൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ മുതലാളി ഈ കിണറ്റിൽ എറിയപ്പെട്ടിട്ടുണ്ട്, എന്റെ മുതലാളിയെ കൊന്നത് ഇയാളാണ്, അയാളെ കാണുമ്പോൾ നായ ഒച്ച വെക്കൂ. ഇത് നാട്ടുകാർ എന്നും ഇങ്ങനെ കണ്ടപ്പോ ഈ നായ എന്നും പോകുന്ന കിണറ്റിന്റെ അരികിൽ നാട്ടുകാര് പോയി. അവർ ആ സ്ഥലത്ത് ഈ നായ ഇങ്ങനെ മണ്ണിങ്ങനെ മാന്തിയെടുക്കുന്നത് പോലെ ഈ നാട്ടുകാർ ഇങ്ങനെ മണ്ണിങ്ങനെ മാന്തിയെടുക്കുകയാണ്. എടുത്തു നോക്കുമ്പോ അതിലതാ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. അവർ ഈ മനുഷ്യനെ ശരീരമങ്ങെടുത്തു. പിന്നീട് ഈ നായ ഒരു മനുഷ്യനെ കാണുമ്പോ എപ്പോഴും ഒച്ച വെക്കുകയാണ്. ആ മനുഷ്യന്റെ അരികിലേക്ക് നാട്ടുകാര് പോയി അവനോട് ചോദിച്ചു, നീയാണോ ഇന്നയാളെ കൊന്നിട്ടുള്ളത്? കാരണം ആ മനുഷ്യന്റെ നായ എന്നും നിന്നെ കാണുമ്പോ ആ നായ ഒച്ച വെക്കുകയാണല്ലോ. അപ്പ അവനങ്ങ് അംഗീകരിച്ചു. അവൻ കൊന്നവനല്ലേ, കൊന്നവനെ കൊല്ലണമെന്നല്ലേ ഇസ്ലാമിന്റെ നിയമം. അതാ അവിടെയുള്ള ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ കൊലയാളിയായ ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, നായക്ക് നായയുടേതായ ബുദ്ധിയുണ്ട്, വിവരമുണ്ട്. പാമ്പിന് പാമ്പിന്റേതായ വിവരമുണ്ട്. മുതലക്ക് മുതലയുടേതായ വിവരമുണ്ട്. പക്ഷിക്ക് പക്ഷിയുടേതായ വിവരമുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ആ ഒരു ആയത്തും കൂടി ഞാനങ്ങ് വിശദീകരിച്ച് ഇന്നത്തെ വാല് ഞാനങ്ങ് അവസാനിപ്പിക്കുകയാണ്. സനുഖരിഉക ഫലാ തൻസാ. ഓ നബിയേ, തങ്ങൾക്ക് ഞാൻ ഇതാ ഓതി കേൾപ്പിക്കുകയാണ്, തങ്ങൾക്ക് ഞാൻ ഇതാ ഓതി തരികയാണ്. ഖുർആന് ഞാനിങ്ങനെ ഓതി തരുന്നു. ഫലാ തൻസാ. ആ ഖുർആൻ കേട്ട നബിയെ തങ്ങള് ഒരിക്കലും മറക്കൂല.
തങ്ങൾ മറക്കൂല എന്നല്ല പറയാണ്. ഈ ആയത്തിനൊരു പ്രത്യേകതയുണ്ട്. സനുഖരിഉക ഫലാ തൻസാ, ചെറിയ ആയത്താണ്. സൂറത്തുൽ അഅല എന്ന സൂറത്തിന്റെ 6ാമത്തെ ആയത്ത്. ഉമ്മമാരെ, ഈ ആയത്ത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. എല്ലാ ദിവസവും ഒരു 10 പ്രാവശ്യം ഈ കുട്ടി ആ ആയത്ത് ഓതണം. ഇത് എന്തിനുള്ളതാണ്? പഠിച്ചാൽ മറക്കാതിരിക്കാനുള്ള ആയത്താണ്. ചില രക്ഷിതാക്കൾ പറയും, സദസ്സിലൊക്കെ പോയാൽ സംഭാവന തന്നിട്ട് പറയും, ഉസ്താദേ എന്റെ മകന് നന്നായി പഠിക്കും, പക്ഷേ ഓർമ്മയിൽ നിൽക്കാറില്ല, പഠിച്ചതൊക്കെ മറക്കുകയാണ്. അതിന് നല്ല ഒരു മരുന്ന് തരികയാണ്, നല്ല ഒരു ഒറ്റമൂലി, പഠിച്ചത് മറക്കാതിരിക്കാൻ. ഇനി എക്സാമിന്റെ കാലമാണ്. മാർച്ച് വന്നാൽ എന്റെ നാട്ടിലൊക്കെ എക്സാമാണ്. ഇപ്പൊ ആളുകൾ ഇവിടെ എപ്പോഴും എക്സാം എനിക്കറിയില്ല, മാർച്ച് തന്നെയല്ലേ. ഇപ്പൊ ആളുകളൊക്കെ ഡേറ്റ് വയ്ക്കുമ്പോ ഞാൻ പറയും ഫെബ്രുവരിയിലൊന്നും ഒഴിവില്ല, മാർച്ചിലൊന്നും ഒഴിവില്ല. അപ്പോൾ പറയും മാർച്ചിൽ വേണ്ട സാധേ, നേരം മാർച്ചിൽ എക്സാം ആണ്. കുട്ടികൾക്ക് എക്സാം ഉള്ള സമയത്ത് പിന്നെ പരിപാടി ഒന്നും നടത്താൻ പറ്റൂല, കുട്ടികളെ ഇരുത്തിയിട്ട് പഠിപ്പിക്കണം എന്നവരിങ്ങനെ പറയാണ്. അങ്ങനെയുണ്ട്. എല്ലാവരോടും ഞാൻ പറയാണ്, കുട്ടികളെ എക്സാം ഉള്ള സമയത്തൊന്നും പരിപാടി ഒന്നും നടത്താൻ പാടില്ല. അപ്പൊ കുട്ടികളെ നന്നായി പഠിപ്പിച്ച് ആ കുട്ടികൾക്ക് നല്ല ഭാവി നൽകിയിട്ട് വലിയ സ്ഥാനത്തേക്ക് നമ്മുടെ മക്കളെ എത്തിക്കണം. അപ്പൊ ചില ഉമ്മമാരും രക്ഷിതാക്കളൊക്കെ പരാതി പറയും, എന്റെ മകൻ കുറെ പഠിക്കും പക്ഷെ ഓർമ്മ നിൽക്കൂല. എന്നാൽ ഇതങ്ങ് പഠിപ്പിച്ചോ മക്കൾക്ക്. സനുഖരിഉക ഫലാ തൻസാ, ഈ ആയത്ത് ഒരു 10 തവണ എന്നും നമ്മുടെ മക്കളങ്ങ് ഓതട്ടെ, എന്നാൽ നല്ല ഓർമ്മയിലുണ്ടാവും. നബിയെ, തങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതി തരുന്നു. ഫലാ തൻസാ, തങ്ങൾ ഒരിക്കലും മറക്കൂല. ഇങ്ങനെ ഓരോ ആയത്ത് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അത് അല്ലാഹ് പറയാണ്, ഫദക്കിർ നബിയേ, തങ്ങൾ വഅദ് പറയൂ, തങ്ങൾ ജനങ്ങളെ ഉപദേശിക്കൂ. എന്തേ കാരണം? നല്ല ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. നല്ല ഉമ്മമാർക്ക് വഅദ് ഉപകരിക്കൂ, നല്ല പുരുഷന്മാർക്ക് വഅദ് ഉപകരിക്കൂ. എന്നിട്ട് അല്ലാഹ് പറയാണ്, സയദ്ദക്കറു മൻ യഖ്ശാ, സയദ്ദക്കറു മൻ യഖ്ശാ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ജനങ്ങൾ അവർ വഅദ് കേട്ടിട്ട് നല്ല പാഠം ഉൾക്കൊള്ളൂ. അതേ സമയത്ത് ഇപ്പോഴും വഅദിനെ പുച്ഛിച്ച് കളയുന്ന ചില ആളുകളില്ലേ, വഅദ് കേട്ടിട്ട് പരിഹസിക്കുന്ന ആളുകളില്ലേ. എല്ലാവരും വഅദ് കേട്ട് നന്നാകണമെന്നില്ല. വയതജന്നബുഹൽ അഷ്ഖാ, ഖുർആനിൽ അല്ലാഹ് പറയാണ്, ചില തെമ്മാടികളായ ജനങ്ങൾ, ദുഷ്ടന്മാരായ ജനങ്ങൾ, അവർ വഅദ് കേട്ടിട്ട് നന്നാകൂല. ആ ദുഷ്ടന്മാരായ ജനങ്ങൾ ആരാണ്? അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീ യസ്ലന്നാറൽ കുബ്റാ, വഅദ് കേട്ടിട്ട് നന്നാകാത്ത ജനങ്ങളോ, വഅദിനെ 2ാം നമ്പറായി കാണുന്ന ജനങ്ങളോ, അവനോട് പറഞ്ഞാൽ മോനെ കളി ആകാം, അമിതമായ താരാരാധന പാടില്ലടാ എന്ന് അവനോട് പറഞ്ഞാൽ അവൻ പണ്ഡിതന്മാരെ ചീത്ത പറയൂ, അവന് തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തു. അവൻ എന്ത് പണ്ഡിതന്മാർ, അവൻ എന്ത് തങ്ങന്മാർ. അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അല്ലാഹ് പറയാണ്, യസ്ലന്നാറൽ കുബ്റാ, അതേ വലിയ ഒരു തീയുണ്ട്. അത് നിന്റെ ഉമ്മ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് സ്റ്റൗവിൽ പൊന്തുന്ന തീയല്ല, മറിച്ച് അന്നാറൽ കുബ്റാ, അത് വലിയ തീയാണ്, അത് നരകത്തിലുള്ള തീയാണ്. ആ നരകത്തിൽ നീ എത്തിയാലോ, ثم لا يموت فيها ولا يحيا, ആ നരകത്തിൽ നീ ഒന്ന് പോയാൽ മനുഷ്യ അവിടെ നിനക്ക് മരണമില്ല, അവിടെ നിനക്ക് സ്വസ്ഥമായ ജീവിതമില്ല. അതേ സമയത്ത് ഖദ് അഫ്ലഹ മൻ തസക്കാ, ഒരു വിഭാഗം ആളുകൾ വിജയിച്ചു പോയി. ഖുർആൻ പറയാണ്, ആരാണ് ആ വിഭാഗം ആളുകൾ എന്ന്
എന്നറിയോ? തസക്ക, അവന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ അവൻ ഓർത്തുപോയി. എന്നിട്ടതാ പാതിരാ സമയത്തെണീറ്റ് കരഞ്ഞുകൊണ്ടവൻ നിസ്കരിച്ചിട്ട് കരഞ്ഞവൻ ചെയ്ത തെറ്റുണ്ടല്ലോ, അതേ ഏതെങ്കിലും ജനങ്ങൾ കേൾക്കുന്ന വിധത്തിൽ തെറ്റ് ഏറ്റുപറയാൻ ഇസ്ലാമിലില്ല. ഇവിടെ ചില മതത്തിന്റെ ആചാരങ്ങളില്ലേ, അവർ തെറ്റ് ചെയ്താൽ അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ വരണം, എന്നിട്ട് അവിടെയുള്ള അവരുടെ ഗുരുക്കൾ കേൾക്കുന്ന വിധത്തിൽ തെറ്റുകൾ എടുത്തു പറയണം. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാം എത്ര സുന്ദരമായ മതമാണ്. ഞാൻ ചെയ്ത തെറ്റോ ഞാനും എന്റെ റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ ചെയ്ത തെറ്റോ, ഭാര്യ ചെയ്ത തെറ്റ് ഭർത്താവ് അറിയേണ്ടതില്ല, ഭർത്താവ് ചെയ്ത തെറ്റ് ഭാര്യ അറിയേണ്ടതില്ല, ബാപ്പ ചെയ്ത തെറ്റ് ഉമ്മ അറിയേണ്ടതില്ല, ഉമ്മ ചെയ്ത തെറ്റ് ബാപ്പ അറിയേണ്ടതില്ല, മക്കള് ചെയ്ത തെറ്റ് മാതാപിതാക്കൾ അറിയേണ്ടതില്ല. പടച്ച റബ്ബില്ലയോ, ആ ഖാലിഖായ റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി. ആ സൃഷ്ടാവിലേക്ക് ഖൽബ് തിരിച്ച് അതേ തഹജ്ജുദിന്റെ സമയത്ത് ഉണർന്നു കണ്ണീരിറ്റിച്ച് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന നല്ല നല്ല ജനങ്ങളില്ലേ, വിജയിച്ചു പോയി. എന്നിട്ടോ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, ഈ ആയത്തിന് ധാരാളം വിശദീകരണങ്ങളുണ്ട്. എന്റെ ചെറുപ്പക്കാരെ, ഇന്നത്തെ വഅദ് ഞാൻ അവസാനിപ്പിക്കുമ്പോ നിങ്ങളോട് ആ വിവരണമൊന്ന് പറയട്ടെ. ഖദ് അഫ്ലഹ മൻ തസക്കാ, നല്ലവർ വിജയിച്ചു എന്ന് പറഞ്ഞില്ലേ? ആരാണ് ഈ നല്ലവർ? ഇദാ സമിഅൽ അദാന, അതാ ഇമാം ഇസ്മായിലുൽ ഹഖിൽ ബറൂസമി റളിയല്ലാഹു അൻഹു മഹാനവരികൾ തഫ്സീർ റൂഹുൽ ബയാനിൽ ഈ ആയത്തിന് വ്യാഖ്യാനം നൽകുകയാണ്. ആ നല്ല ജനങ്ങൾ വാങ്ക് വിളി കേട്ടാൽ, വാങ്കിന്റെ വിളി കേട്ടാൽ അത് എന്തെങ്കിലും ഒരു സാധാരണ അനൗൺസ്മെന്റ് അല്ലല്ലോ, അത് അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് നിന്നെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന വിളിയല്ലേ. ആ വാങ്ക് വിളി കേട്ടാൽ ഖറജ ഇലസ്വലാ, ഇവനതാ നിസ്കാരത്തിന് പോകുന്നു, പള്ളിയിലെ ജമാഅത്തിന് വരുന്നു. ഖദ് അഫ്ലഹ മൻ തസക്കാ, വാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാർ ചെറുമ്പയിലെ എന്റെ വഅദിന്റെ സദസ്സിലുണ്ടോ? വഅദിന്റെ സദസ്സ് മാത്രം പുരുഷന്മാരെ കൊണ്ട് ജനനിബിഡമായാൽ പോരല്ലോ. അല്ലാഹുവിന്റെ ഭവനമായ പള്ളി, ആ പള്ളിയിൽ സുബഹി ജമാഅത്തിന് നമ്മുടെ നാട് ജനനിബിഡമാകുന്നുണ്ടോ? പുരുഷന്മാരെ കൊണ്ട് നിബിഡമാകുന്നുണ്ടോ? ഓരോ ജമാഅത്തിന് നമ്മുടെ പള്ളിയിൽ എത്ര പുരുഷന്മാരാണ് പള്ളിയിൽ എത്തിച്ചേരുന്നത്? ഖുർആൻ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ തസക്കാ, വാങ്ക് വിളി കേട്ടിട്ട് നിസ്കാരത്തിന് പള്ളിയിലെത്തുന്നവർ അവൻ വിജയിച്ചു പോയി. വാങ്ക് വിളി കേട്ടിട്ടോ നിസ്കാരത്തിന് പള്ളിയിലെത്താത്ത മനുഷ്യനില്ലേ, അവനോ പരാജയപ്പെട്ടു. ഓ ചെറുപ്പക്കാരാ, വാങ്കിന്റെ വിളി കേട്ടിട്ട് നിസ്കരിക്കാൻ പള്ളിയിൽ വരാൻ മനസ്സ് കാണിക്കാത്ത നീ ദുനിയാവിനെ ചിന്തിച്ച് നടക്കുകയല്ലേ, ദുനിയാവിന്റെ ജീവിതം തെരഞ്ഞെടുക്കുകയല്ലേ. വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, പരലോകമാണ് ഗുണമായിട്ടുള്ളത്. കാലാകാലം നിലനിൽക്കുന്ന വീട് പരലോകമാണ് കേട്ടോ. ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊലാ, ഇത് ഖുർആനിൽ മാത്രമുള്ളതല്ല, സുഹഫി ഇബ്രാഹീമ വമൂസാ, പൂർവകാല വേദഗ്രന്ഥങ്ങളായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏടുകളിലും ഇതുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഏടുകളിൽ ഇതുണ്ട്. അതുകൊണ്ട് ദുനിയാവിനെ തെരഞ്ഞെടുക്കാതെ ആഖിറത്തെ തെരഞ്ഞെടുത്ത് ജീവിച്ചോ. ആഖിറത്തെ തെരഞ്ഞെടുത്ത് ജീവിക്കുന്ന ഉമ്മമാരാണോ മഗ്രിബിന്റെ സമയത്ത് അങ്ങാടികളിൽ കറങ്ങാൻ അവരെ കിട്ടൂല? ഇന്നും ഞാൻ അതാ വാതിലിങ്ങോട്ട് വരുമ്പോ മഗ്രിബിന്റെ സമയത്ത് എത്ര ഉമ്മമാരാണ് അങ്ങാടിയിലൂടെ പർദ്ദയും ധരിച്ച് കറങ്ങുകയാണ്.
ചോദിക്കട്ടെ ഉമ്മമാരെ, ഇശാ ബാങ്ക് കൊടുത്താൽ മഗ്രിബ് നിസ്കാരം ഖളായല്ലോ. ആ സമയത്ത് അങ്ങാടിയിൽ ഇറങ്ങി ഇശാഇന് മുമ്പായി നിങ്ങൾ വീട്ടിലെത്താതെ ഇശാന്റെ ബാങ്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ വീട്ടിലെത്തുന്നതെങ്കിൽ നിങ്ങളെ മഗ്രിബ് നിസ്കാരം ഖളായല്ലോ ഉമ്മമാരെ. സർവ ഉമ്മമാരോട് പറയട്ടെ, ഒരൊറ്റ നിസ്കാരം ഖളാ ചെയ്യുന്ന ഉമ്മമാർ ഒരിക്കലും ആകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിസ്കരിക്കുന്ന ആളുകൾക്ക് 3 നേട്ടങ്ങളുണ്ട്. ഏതാണ് 3 നേട്ടം? ഒന്നാമത്തെ നേട്ടം, ഒരാൾ ഉദുവെടുത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലാൻ ഒരുങ്ങുകയാണ്, സഫിൽ നിന്ന് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നിന്നാൽ തൻസിലു റഹ്മത്തു മിനസ് സമാഇ ഇലാ മഫ്റഖി റഅസിഹി മാ ദാമ ഫീ സ്വലാത്തിഹി. അവന്റെ നിസ്കാരത്തിൽ അവൻ ഉള്ള കാലത്തോളം ആകാശത്തു നിന്ന് അവന് റഹ്മത്ത് വരുന്നു. ആ റഹ്മത്ത് അവന്റെ തലയിൽ വന്ന് പതിയുന്നു. സലാം വീട്ടുന്നത് വരെ ആകാശത്തു നിന്നുള്ള റഹ്മത്ത് ഇവന്റെ തലയിൽ വന്ന് പതിയുന്നു. ആ റഹ്മത്ത് എന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? ഇനി രണ്ടാമത്തെ നേട്ടം എന്താണ്? ഹഫ്ഫത്തുൽ മലായികതു ബി അജ്നിഹതിഹാ. മലക്കുകൾ അവരുടെ ചിറകുകളെ കൊണ്ട് ഈ മനുഷ്യനെ പൊതിയുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ നിസ്കരിക്കുന്ന മനുഷ്യനെ ചിറക് കൊണ്ട് പൊതിയുകയാണ്. ഇനി മൂന്നാമത്തെ അവസാനം പറഞ്ഞ നേട്ടമേതാണ്? ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിക്കുമ്പോ അവന്റെ കൂടെ ഞാനും നിസ്കരിക്കൂ. ഞാൻ നിസ്കരിക്കുമ്പോ എന്റെ കൂടെ നബി തങ്ങൾ നിസ്കരിക്കുകയാണ്. നിങ്ങൾ നിസ്കരിക്കുമ്പോ ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ മുസല്ലയിട്ടിട്ട് നിസ്കാരപ്പായിൽ കയറി നിസ്കാരക്കുപ്പായം ധരിച്ച് നിസ്കരിക്കുമ്പോ നിങ്ങൾ ചിന്തിക്കണം, ഹബീബായ തങ്ങൾ പറയാണ്, നിങ്ങൾ ഒറ്റക്കല്ല നിസ്കരിക്കുന്നത്, നിങ്ങൾ ആരെ കൂടെയാണ് നിസ്കരിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയാണ് നിസ്കരിക്കുന്നത് കേട്ടോ. ഈ 3 നേട്ടങ്ങൾ നിസ്കാരത്തിനുണ്ട്. ഇത് പഠിപ്പിച്ച നേതാവാണ് ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ വാദം അവസാനിപ്പിക്കുന്നു.